കഴിഞ്ഞ ദിവസം രേണുസുധിയും അച്ഛനും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് അച്ഛനും രേണുസുധിയും കൂടെ സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് അവർക്ക് വെച്ച് കൊടുത്ത വീടിനെ പറ്റിയാണ്. അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വെച്ച് കൊടുത്ത ആളുണ്ടെങ്കിൽ ഉഡായിപ്പാണ്, പറ്റിപ്പാണ് ചെയ്തത്, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനാണോ വീട് വെക്കുന്നത്, ഇതിലും ബെറ്ററായിട്ട് ഞങ്ങൾക്ക് 24 വീട് വെച്ച് തന്നേനെ, അതെല്ലാം കുളമാക്കിയത് ഈ ഒരു വ്യക്തിയാണ്. വെച്ച വീടെന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല, അത് മോശമായിട്ടുള്ള രീതിയിലാണ് വെച്ചേക്കുന്നതെന്നാണ് പ്രത്യേകിച്ച് രേണുസുധിയുടെ അച്ഛൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഞാനിത് കണക്ക് വീടിൻ്റെ പണിക്കൊക്കെ പോയിട്ടുള്ളതാണ്, എനിക്കറിയാവുന്നതാണ്, വീടൊക്കെ ഇത്രയും മോശമായിട്ട് വെക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇവരാണ് ഇത്ര മോശമായിട്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട് പണിത് കൊടുത്ത ആൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ട് അയൽവക്കത്തൊന്നും ആൾക്കാരൊന്നുമില്ല, കുറേ ദൂരമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഓരോരുത്തരെയായിട്ട് കുറ്റം പറയുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ഇതിലും മോശമായിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് പോലും ക്യാഷ് കൊടുക്കാനില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുധിയെ ഓർത്ത്, ആ ഒരു കുട്ടികളെയൊക്കെ ഓർത്തിട്ടാണ് അവർക്ക് ആ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലും മണി ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അത്രയും ബുദ്ധിമുട്ടി അവർക്ക് ആ ഒരു സ്ഥലവും ആ വീടും വെച്ച് കൊടുത്തത് വളരെ വലിയൊരു കാര്യമാണ്. അതിന് കുറേ അധികം പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്തത് ഉണ്ടാക്കി തരുമ്പോഴത്തേന് അതിന് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ കുറ്റം പറയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആര് ചെയ്താലും, പ്രത്യേകിച്ച് ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് രേണുസുധിയുടെ അച്ഛൻ സംസാരിച്ച് കേൾക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. അത്ര രീതിയിലാണ് ഇൻ്റർവ്യൂവിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയാണോ വീട് വെച്ച് തരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആ ഒരു പുള്ളിക്കാരനുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഫുള്ള് സംസാരിക്കുന്നത്. എനിക്കത് ഒട്ടും ശരിയായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേയധികം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളാണ്. അതുപോലെ തന്നെ വീട് വെച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഒരു വീട് വെച്ചേക്കുന്നത്. സോ അതിനെ കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇനിയിപ്പം ഭാവിയിൽ നിങ്ങൾ സമ്പാദിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് നല്ലൊരു വീടുണ്ടാക്കും, അത് ചെയ്തോളൂ. പക്ഷേ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് കിട്ടിയ പൈസ കൊണ്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പുരയിടം, അതായത് വീട് നിൽക്കുന്ന സ്ഥലവും വീട് വെച്ചേക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ നിങ്ങൾക്ക്, അതുപോലെ തന്നെ സുധിയോടുള്ള ഇഷ്ടവും കുട്ടികളുടെ കാര്യമൊക്കെ ഓർത്തിട്ടാണ് അത് ചെയ്തു തന്നത്. അപ്പോഴത്തെ അതിനിങ്ങനെ കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ആ ഒരു അച്ഛൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, കാരണം ഒരു വീട് വെച്ച് കൊടുത്ത ആൾക്ക് വരെ ഭയങ്കര മോശമാവുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.